സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്നതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം എന്ന് സ്വയം പ്രഖ്യാപിച്ച SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം യഥാർത്ഥത്തിൽ ഈ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി എന്താണ് ചെയ്തിട്ടുള്ളത്? അക്രമത്തിൻ്റെയും ഭീഷണിയുടെയും അക്കാദമിക് ദുഷ്കൃതികളുടെയും ഭയാനകമായ ഒരു സാഹചര്യത്തിലേക്ക് കേരള സമൂഹത്തെ തള്ളിയിട്ടു. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ജനാധിപത്യപരമായ ക്യാമ്പസുകളെ വളർത്തിയെടുക്കുന്നതിന് പകരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഭയത്തിൻ്റെയും ബലപ്രയോഗത്തിൻ്റെയും ഇടങ്ങളാക്കി മാറ്റുകയായിരുന്നു. അവിടെ വിയോജിപ്പുകൾ ശിക്ഷിക്കപ്പെടുകയും അധികാരം ക്രൂരമായി നടപ്പിലാക്കുകയും ചെയ്തു. എതിർ ശബ്ദങ്ങളെ ക്രൂരമായി അടിച്ചമർത്തുന്നതും ക്യാമ്പസ് അതിർത്തിക്കുള്ളിലെ കുറ്റവാളികളെ സംരക്ഷിക്കുന്നതും SFI എന്ന അക്രമ സംഘടനയുടെ അലിഖിത ചട്ടങ്ങളായി. അച്ചടക്കം നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന അധ്യാപക സമൂഹം അവരുടെ ശത്രുക്കളായി. ആശയങ്ങൾക്കൊപ്പം നിൽക്കുന്ന അധ്യാപകരെ കൂട്ടുപിടിച്ച് ക്യാമ്പസുകളെ പാർട്ടി ഓഫീസുകളാക്കി മാറ്റി. 1970 ആരംഭിച്ച സംഘടന തുടങ്ങിയ അന്ന് മുതൽ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. സോവിയറ്റ് യൂണിയൻ, ചൈന, ക്യൂബ തുടങ്ങിയ രാജ്യങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്ത് സന്തോഷം കണ്ടെത്തി. അവർക്ക് ഇന്ത്യ ഒരു വിഷയമേ ആയിരുന്നില്ല. ചെഗുവേര വലിച്ച ചുരുട്ടും കോള് കുടിച്ച മദ്യവും കഴിച്ചാൽ വിപ്ലവമാണ് എന്ന് ധരിച്ചു. മാവോയും സ്റ്റാലിനും ഒക്കെ കൊന്നു തള്ളിയതുപോലെ ജനങ്ങളെ കൊന്നാൽ അധികാരം കിട്ടുമെന്ന് കരുതി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തണലിലാണ് കേരളത്തിൽ SFI വളർന്നത്. ക്യാമ്പസുകളിൽ ചോര വീഴ്ത്തിയവർ ആഘോഷിക്കുകയായിരുന്നു. ABVPയുടെ ക്യാമ്പസ് യൂണിറ്റിൽ പങ്കെടുത്തു എന്ന ഒറ്റ കാരണത്താലാണ് അനുവിനെയും കിം കരുണാകരനെയും സുജിത്തിനെയും അവർ വട്ടം കൂടി ആക്രമിച്ചത്. രക്ഷപ്പെടാൻ പമ്പാ നദിയിൽ ചാടി അവരെ കല്ലെറിഞ്ഞു കൊന്നു. തുണി അലക്കിക്കൊണ്ടിരുന്ന സ്ത്രീ അവരെ രക്ഷിക്കാൻ സാരി എറിഞ്ഞു കൊടുത്തു. പക്ഷെ സമ്മതിച്ചില്ല. അവർക്ക് നേരെയും കല്ലെറിഞ്ഞു. പുലഭ്യം പറഞ്ഞു ഓട്ടിച്ചു. അവർ വിളിച്ച മുദ്രാവാക്യത്തിലെ ജനാധിപത്യം എന്ന വാക്കിൻ്റെ വില ഇത്ര മാത്രമായിരുന്നു. ആ ദാരുണമായ കൊലപാതകത്തിനെതിരെ പ്രതിഷേധിച്ച പ്രതിപക്ഷത്തെ അന്നത്തെ കേരള മുഖ്യമന്ത്രി EK നയനാർ പരിഹസിക്കുകയായിരുന്നു. അയാൾ ചോദിച്ചത്, ABVP വിദ്യാർത്ഥികളുടെ മരണത്തിൽ നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത്? 2024 വയനാട്ടിൽ വെറ്റിനറി വിദ്യാർത്ഥിയായ JS സിദ്ധാർത്ഥൻ്റെ ദാരുണമായ മരണം നമ്മൾ കണ്ട കാര്യമാണ്. മുതിർന്ന SFI അംഗങ്ങൾ നടത്തിയ ക്രൂരമായ പീഡനത്തിന് ശേഷം സിദ്ധാർത്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സിദ്ധാർത്ഥൻ ഒരു വിദ്യാർത്ഥിനിയോട് മോശമായി പെരുമാറി എന്നാരോപിച്ച് ബെൽറ്റ്, ഗ്ലൂഗൺ കേബിൾ എന്നിവ ഉപയോഗിച്ച് തുടർച്ചയായി മർദ്ദിക്കുകയും അടിക്കുകയും ചവിട്ടുകയും ചെയ്തുവെന്ന് CBI സമർപ്പിച്ച കുറ്റപത്രത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. സിദ്ധാർത്ഥനെ ഹോസ്റ്റൽ അന്തേവാസികൾക്ക് മുന്നിൽ അർദ്ധനഗ്നനാക്കി തൻ്റെ കുറ്റം ഏറ്റുപറയാൻ നിർബന്ധിച്ചുവെന്ന് CBI രേഖകളിൽ പറയുന്നുണ്ട്. കൃത്യമായ നിയമവ്യവസ്ഥയുള്ള സംസ്ഥാനത്ത് ഒരാളെ ശിക്ഷിക്കാനുള്ള അവകാശം ആരാണ് SFIക്ക് കൊടുത്തത്? SFI നേതാവിനെ ആക്രമിച്ച പ്രിൻസിപ്പൽ ഇനി 2 കാലിൽ നടന്ന് കോളേജിലേക്ക് വരില്ല. ഇത് വെറും വാക്കല്ല, ഞങ്ങളത് ചെയ്യും. ഇത്തരത്തിലുള്ള ഒരു അധ്യാപകനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് SFIക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങളിപ്പോൾ സമാധാനം പാലിക്കുകയാണ്. പ്രിൻസിപ്പലിനെ ആക്രമിച്ച ആശുപത്രിയിലേക്ക് അയക്കാൻ ഞങ്ങൾ പദ്ധതി ഇട്ടിട്ടില്ല. ഞങ്ങളത് തീരുമാനിച്ചിരുന്നുവെങ്കിൽ അങ്ങനെ തന്നെ നടപ്പാക്കിയേനെ. ഗുരുദേവ കോളേജ് പ്രിൻസിപ്പലിനെതിരെ ഒരു SFI നേതാവ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. പെർമിഷൻ ഇല്ലാതെ ഹെൽപ്പ് ഡെസ്ക് ഇട്ടതിനെ ചോദ്യം ചെയ്തതിനാണ് പ്രിൻസിപ്പലിനെ കയ്യേറ്റം ചെയ്തത്. അതിനുശേഷമുള്ള ഭീഷണിയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. SFI എന്ന സംഘടനയുടെ ആശയത്തിൽ വീണു പോകുന്ന ഓരോരുത്തരും പൊട്ടക്കിണറാണ് ലോകമെന്ന് കരുതും. അവർ നാം കാണുന്ന ലോകം കാണുകയില്ല. നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യമോ ജനാധിപത്യമോ സോഷ്യലിസമോ അവർ അനുഭവിക്കുകയുമില്ല. അതാണ് സത്യം.